ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ കോട്ടക് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പൊ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ 8 ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പൊ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ളത് എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കായിരിക്കും 10 മാസം എന്തത് നോട്ടായോ ഇടക്കിടക്ക് ഇപ്പോൾ എന്തൊക്കെയോ ബഗ്ഗുകളൊക്കെ ഉണ്ട് നമ്മുടെ ആമസോണിന്റെ എലക്സയ്ക്ക് രക്ഷയില്ല. പോട്ടെ. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ കോട്ടക് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾറെഡി 10 മാസമായിട്ട് നമ്മുടെ RBI ഇവരെ ബാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു, അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കോട്ടക്കിന്റെ 21 അക്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് തന്നെ. അപ്പോൾ അതിന്റെ നമ്മുടെ റെഫറൽ ലിങ്കുകളൊന്നും ഇപ്പോൾ എനേബിൾ ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിൽ പോയി ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെന്റ് ഒരു കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഓൾറെഡി ഒരു കോട്ടക്കിന്റെ ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഷെയർ ലിമിറ്റ് ആയിട്ട് കിട്ടുക. പക്ഷേ ഞാനിപ്പോൾ ഒരു കോട്ടക്കിന്റെ PVR ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് ഒരു കാർഡ് ഉണ്ട് ഇപ്പോൾ. അത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്രൂവ് ആവും. അപ്പോൾ എൻ്റെ എനിക്കതിന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ദിവസങ്ങളുള്ള തന്നെ സാധനം കാർഡും സംഭവമൊക്കെ കയ്യിൽ കിട്ടും. എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് അപ്രൂവൽ. അപ്പം മെജോറിറ്റി ആൾക്കാർക്കും അതുപോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ കോട്ടക്കിന്റെ കസ്റ്റമർ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അക്കൗണ്ട്, അതായത് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അപ്രൂവ് ആവുന്നത്. വെച്ചാൽ ഇത്രയും കാലം അവർക്കൊരു ഗ്യാപ്പ് ഒന്നുമില്ല. അവർക്ക് കോമ്പറ്റീഷനിൽ പുതിയ കാർഡ് ലോഞ്ച് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല. അവർക്ക് അത് പുതിയ കസ്റ്റമറിനെ അഡോൺ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഭയങ്കര പിന്നിലാണ് ഇപ്പോൾ കോട്ടക് ക്രെഡിറ്റ് കാർഡിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ അപ്രൂവൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം സിബിൽ സ്കോർ വേണം. പിന്നെ ഇൻകം പ്രൂഫ് ചോദിക്കാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ RBI ഇപ്പോൾ അത്യാവശ്യം കട്ടിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് അപ്രൂവലൊക്കെ. അപ്പോൾ ചുമ്മാ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോട്ടക്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അത്യാവശ്യം കോട്ടക്കിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അത് 81 അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല, 0 ബാലൻസ് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം ആക്റ്റീവായിട്ട് കിടക്കുന്ന അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ പ്രീ അപ്രൂവൽ ആവട്ടെ. പ്രീ അപ്രൂവൽ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഒരു 90% കിട്ടും. കുറെ പേർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം കുറെ പേര് കമന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഇപ്പോൾ 8 ക്രെഡിറ്റ് കാർഡുകൾ മാത്രമാണ് ഇപ്പോൾ അവർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ഏതൊക്കെ ക്രെഡിറ്റ് കാർഡാണെന്ന് പറയാട്ടോ. നിങ്ങൾക്ക് വേറെ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ മതി, gmg.banksupport.in. നമ്മളിതിൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡ് ഡീറ്റെയിൽസും കാണിക്കട്ടാ. കാർഡ് മാത്രമല്ല, പേഴ്സണൽ ലോൺസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാട്ടോ. മിക്ക എല്ലാ ബാങ്കുകളിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ കോട്ടക്കിന്റെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കോട്ടക്കിന്റെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ റെഫറൽ ലിങ്ക് ആക്റ്റീവ് ആകുമ്പോൾ ഞാൻ അതും കൊടുക്കാട്ടോ. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ അപ്രൂവൽ ആവുന്ന 2-3 കാർഡുകളുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാട്ടോ. GC അപ്രൂവൽ എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇതിന് ഉള്ളിൽ കയറി തപ്പാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉപകാരമുള്ള സംഭവമാണ്. അതിൽ നമ്മൾ ക്രെഡിറ്റ് സ്കോർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡുകൾ കാണിക്കും വിത്ത് റെസ്പെക്ട് ടു ഒരു പിൻ കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, കോട്ടക്കിന്റെ ഏതൊക്കെ കാർഡാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോട്ടക് ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ അപ്ലൈ ഓപ്ഷൻ വന്നിരിക്കുന്നത് മിന്ത്ര ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ അപ്ലൈ ഓപ്ഷൻ വന്നിട്ടില്ല തൽക്കാലത്തേക്ക്. അത് ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ മിന്ത്ര ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഓൾറെഡി മിന്ത്ര കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂസ് ഒന്നും ഇല്ല. ഞാൻ നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തായിരുന്നു. ഒന്നാമത് ഞാൻ മിന്ത്ര ഉപയോഗിക്കാറില്ല, ഫ്ലിപ്കാർട്ടിൻ്റെ കുറവാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഏതൊക്കെ കാർഡാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞുതരാട്ടാ. ഞാൻ ഓൾറെഡി നമ്മുടെ 2ാമത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു PVR ഐനോക്സ് കോട്ടക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജോയിനിങ് ഫീസ് 0 ആണ്. ആനുവൽ ഫീസ് വരുന്നത് 190 പ്ലസ് GST ആണ്. നമുക്ക് ബൈ 1, അതായത് അൺലിമിറ്റഡ് മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. അതായത് 1 ടിക്കറ്റ് ഫോർ എവരി 10,000 rupees സ്പെൻഡ് ഓൺ കാർഡ്. പിന്നെ നമുക്ക് 20% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓൺ ഫുഡ് ആൻഡ് ബിവറേജ്, 5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓൺ മൂവി ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. PVR ഐനോക്സ് നിങ്ങൾക്ക് അതിരിക്കില്ല, ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ തൃശ്ശൂർ ഉണ്ടെന്ന് ഉദ്ദേശിച്ചേട്ടാ. എറണാകുളത്തുണ്ട്. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ലീഗ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ്. ഇതും ഒരു എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 190 പ്ലസ് GST ആണ് വരുന്നത്. നമുക്ക് 50,000 ആനുവലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 4 ഫ്രീ PVR ടിക്കറ്റ് ഓർ 10,000 റിവാർഡ് പോയിന്റ് ഓൺ സ്പെൻഡ് ഓഫ് 1,25,000 എവരി 6 months നമുക്കൊരു ഓഫർ വരുന്നുണ്ട്. പിന്നെ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 നിങ്ങൾക്ക് ആനുവലി സ്പെൻഡ് ചെയ്യുമ്പോൾ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റൂട്ടാ. പിന്നെ ഇന്ത്യൻ കോട്ടക് ബാങ്കും എൻ്റെ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയായിരിക്കും. 5% ഓൺ ഫ്യൂവൽ സ്പെൻഡ് നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് 2% ബാക്ക് ഓൺ റിവാർഡ് പോയിന്റ് ഓൺ ഗ്രോസറി ആൻഡ് എക്സ്പെൻസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ റുപ്പേ വേരിയൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. ജോയിനിങ് ഫീസ് 3,000 രൂപ വരുന്നത്, ആനുവൽ ഫീസും ഉണ്ടാകും.
പിന്നെ സെൻ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് ജോയിൻ ഫീസ് വരുന്ന 1500 രൂപയാണ്, ആനുവൽ ഫീസ് വരുന്ന 1500 രൂപയാണ്. പിന്നെ വരുന്നത് ഏതാ, നമുക്ക് 81 ഡ്രീം ഡിഫറെൻറ്റ് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, അതൊരു FD ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ PVRൻ്റെ കോട്ടക് ഗോൾഡ് കാർഡൊന്നും ഇപ്പം എനേബിൾ ആയിട്ടില്ല. 8 കാർഡ് നമ്മൾ പറഞ്ഞ. പിന്നെ കോർപ്പറേറ്റ് കാർഡാണ്ട് വരുന്നുണ്ട് അപ്ലൈ ചെയ്യാനുള്ളത്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എത്ര കാർഡ് പറഞ്ഞു? 8 കാർഡുകൾ മാത്രമേ ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എപ്പോഴും പെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ്. ലീഗ് കാർഡ് ഉണ്ട്, ലീഗിൽ നമുക്ക് റൂപ്പയും ഇതും വരുന്നുണ്ട്. പിന്നെ നമുക്ക് IOCLൻ്റെ കാർഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. PVR ഐനോസിൻ്റെ കാർഡ് നമ്മൾ പറഞ്ഞു. PVR ഐനോസ് വിസ കാർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സെന്ന് വിസ കാർഡിന് മാത്രമേ ഉള്ളൂ. പിന്നെ വൈറ്റ് ക്രെഡിറ്റ് കാർഡും വിസ മാത്രമേ ഉള്ളൂ. ബിസിനസ് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, അത് നമുക്ക് മാസ്റ്റർ കാർഡിലും അതുപോലെ തന്നെ റൂപ്പയിലും വരുന്നുണ്ട്. എന്താ പറയുക, വിസയിലും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം കുറച്ച് പ്രീമിയം കാർഡാണ്, നമുക്ക് ലോഞ്ചസും കാർഡിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ 8 കാർഡുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കാനായിട്ട്. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫൈനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവൈലബിൾ ആണ്, അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത